മുംബൈയിലെ കാട്ടുവഴികളിലൂടെ ഒരു കുട്ടി യാത്ര. ഇവിടെ വരെ നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൃഷി വേണ്ട, കൃഷിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്താ ചാവലനാ? റൈസ് ചാവലിന് എന്ന് പറഞ്ഞാൽ ചോറിന് അർത്ഥം. ചോറിനൊരു കഥയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണത്തിന്, നമ്മുടെ നാട്ടിൽ പണ്ട് ഗൂർഖകൾ ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് ആർക്കൊരാൾക്ക് ചോറ് കിട്ടിയില്ല. അയാൾ പ്രാന്ത് പിടിച്ചിട്ട് ചോറിനോട് വിളിച്ചോർന്ന് പറഞ്ഞ് ഗൂർഖ വുഡ് ഇങ്ങോട്ട് വന്ന് കായച്ചോറിന് വെച്ചിട്ട് അങ്ങനെയുള്ള കോമഡികളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ചളി കോമഡികളായിട്ടൊക്കെ തോന്നും, പക്ഷേ ഒരു കാലത്തിൽ അതൊക്കെ റിയലിസ്റ്റിക് ആയിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന സാധനമാണത്. ഇപ്പോൾ എവിടെയെങ്കിലും കാണണ്ടോ നോക്കി, ചെമ്പരത്തിപ്പൂ വേണ്ട. ഇതൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ ബോംബെയിൽ വന്ന അവസ്ഥയായി. വേണ്ട, കണ്ടാലേലും എൻ്റെ അവസ്ഥയായി. നമ്മളിപ്പോൾ ഓഫ് റോഡ് ട്രക്കിംഗ് പോലെ നേരെ പശുവിന് മണി കെട്ടി കൊടുത്തേക്കാം. അവിടെ അവനവിടെ നിന്ന് തിന്നണമെന്നുള്ള വീട്ടിൽ ഇന്ന് യജമാനൻ അറിയാൻ വേണ്ടിയിട്ടാണ്. വേ ടു ബുഷി ഡാം. ബുഷി ഡാമിലേക്ക് നമ്മൾ അങ്ങനെ ചുവടുകൾ വയ്ക്കുന്നു. ഡാമിൻ്റെ ഒരു ലോ ആംഗിൾ ഡാം സന്ദർശിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും ഒരു കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു പോകാൻ ഇങ്ങനൊരു രസമാണ്. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. അവിടെ നല്ല രസമുള്ളൊരു വ്യൂ ആണ്. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ പുലി ഉണ്ടാവും, സിംഹം ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല ശരിക്കും പറഞ്ഞത്. എന്താ നൈസല്ലേ. വേറൊരു പ്രശ്നമുണ്ട്, മിക്കവാറും ഒന്ന് ചാടേണ്ടി വരും. അപ്പോൾ നമ്മൾ ऐसे रास्ता ऐसे है ना, इस तरफ जा सकता है ना, पत्थर डाल रहा है ना जाने की. അപ്പം നമ്മളിവിടെ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. കല്ലുകളിലൂടെ നമ്മൾ ഒരു ജ്ഞാനമക്കളി നടത്തി ഇക്കരെ എത്തി. ഇക്കരെ ഇങ്ങനെ ഇപ്പോൾ സീസൺ ടൈമൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഒത്തിരി കടകളൊക്കെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ തുറക്കുമായിരിക്കും ഇതൊക്കെ. ഒരു പ്രത്യേക രസമുള്ള വഴിയാണല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു രസം. കണ്ടോ, വെള്ളമില്ല ഡാമിൽ, അതാണ് ഇവിടെ ആൾക്കാർ കുറവ്. കണ്ടോ,
മുകളിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഒന്നുമില്ലാതിരിക്കില്ല. എന്തായാലും ഇത്രയൊക്കെ കയറി വന്നതല്ലേ, നിരാശപ്പെടുത്താത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമ്പോ, ഒരു 1.5 കയറ്റം ഉണ്ടോ. മ്യൂസിക് കേട്ട് കൊടുക്കേണ്ടി വരും. ടിങ് ടാക് ടടിങ് ടാക് ടടിങ് ടാക് ടടിങ് ടാക് ടിങ് ടാക് ടടിങ് ടാക് ടടിങ് ടാക് ടട. ऐसा ही बारिश के टाइम यहाँ पानी आएगा ना, मഴ വരണം ഇവിടെ വെള്ളം വരണമെങ്കിൽ. उस तरफ भी पानी आएगा, इधर से उधर जाएगा. अच्छा नीचे. हाँ, इधर नीचे से कैसा ऊपर आ जाएगा. अच्छा, ഇവിടെ വെള്ളം വരും എന്ന് പറയണേ. गोला है, नींबू पानी, लेमन सोडा. आने के बाद अभी ऊपर आए ना. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, नींबू पानी गोला है. അപ്പോൾ നമ്മൾ അവരുടെ നാരങ്ങകളൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞേ. കുടിക്കും നമ്മൾ, പക്ഷേ അതിന് മുമ്പായിട്ട് വേണ്ട. नींबू पानी, लेमन सोडा है. ഇനി ഡാം തുറന്നു കഴിഞ്ഞ് ഇതിലൂടെ വെള്ളം വരും. ഇവിടെ ആൾക്കാരൊന്ന് കുളിക്കും, കുറേശ്ശെ വെള്ളം വരും. അപ്പോൾ ഭയങ്കര രസമായിരിക്കില്ലേ ഇതിലൂടെ വെള്ളം വരുമ്പോൾ. ആൾക്കാർ ഇവിടെ ഇരിക്കും, മേത്തുകൂടെയൊക്കെ തട്ടി വെള്ളം പോവും. അങ്ങനെ വെള്ളം പോയിട്ട് നേരെ ഇത് മുഴുവൻ ആ കടകളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നേരെ അങ്ങനെ താഴേക്ക് പോകും. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാണാനായിട്ട് നമുക്ക്. അങ്ങനെ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ഒരെണ്ണമാണ്. വെള്ളത്തിലാരും ചാടാതിരിക്കാൻ വേണ്ടി തടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെള്ളങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നെന്ന് അവർക്ക് അറിഞ്ഞോട്ടല്ലോ. കൈസ ജാ സക്തേ ഹോ, അതിലൂടെ വേറെ അങ്ങോട്ട് പോകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ആ വഴിയിലൂടെ വാട്ടർഫാൾ ഉള്ളി 10 എന്നൊക്കെ എഴുതി ചെനയമായിരിക്കും അല്ലേ, അല്ലല്ലോ 10 മിനിറ്റ്സ് എന്നാണ്. ഓക്കെ റൈറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കടകളൊക്കെ ഉണ്ടോ. ഇത് മഴ വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ രസകരം. മഴ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ കടകൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ അണയ്ക്കണ മനുഷ്യൻ. വേണ്ട, കുട്ടി വ്യൂ വേണ്ട. അപ്പം അങ്ങനെ ഉരുണ്ട് വീഴാൻ സാധ്യതയുള്ള വഴികളിലൂടെ നമ്മൾ ഊർന്നിറങ്ങുന്നു. അങ്ങനെ ഇറങ്ങി കമ്പിവേലി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഡാമിലേക്ക് എൻട്രി ആവണു. ഡാമിൻ്റെ വഴിയാണ്. അപ്പോൾ നമ്മൾ ഡാമിലെ വിശേഷങ്ങൾ നമ്മൾ ഒരെണ്ണം കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റാം. ഓക്കെ, ബൈ.